നീലിറ്റ് സയൻറ്റിസ്റ്റ് ബി എക്സാംസ് ഒരു മാസത്തിന് ഉള്ളിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ സയൻസുകാരുടെ സിലബസ് ടോപ്പിക്സും അതായത് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സും അതിൻ്റെ ടോപ്പിക്സും എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതം, കമ്പൈലർ ഡിസൈൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസ്, ഡിജിറ്റൽ ലോജിക് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ്. ഇത്രയും സബ്ജക്ട്സ് മസ്റ്റായിട്ട് നമുക്ക് അറിയാമായിരിക്കണം. ഇത്രയും സബ്ജക്ട്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് മാത്സിൽ പ്രോബബിലിറ്റി, കോമ്പിനേറ്ററിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പക്ഷേ നമുക്ക് ഇത്രയും ടോപ്പിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സുകാരുടെ സബ്ജക്ട്സൊക്കെ അതൊക്കെ 5-6 സബ്ജക്ട്സ് ഉണ്ട്. പക്ഷേ അതില്ലെങ്കിലും ഇത്രയും സബ്ജക്ട്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിൽ ഈ സബ്ജക്ട്സിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഒഴിവാക്കാനാവാത്ത ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് സി പ്രോഗ്രാമിംഗ് ആണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് അറേസ് ഉണ്ട്, പോയിൻറ്റേഴ്സ് ഉണ്ട്, റിക്കേർഷൻ ഉണ്ട്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാം. കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ആണല്ലേ പ്രോഗ്രാമിംഗ്, ഡേറ്റ സ്ട്രക്ചറും. അതിൽ തന്നെ പ്രോഗ്രാമിങ്ങിൽ അറേസും പോയിൻറ്റേഴ്സും റിക്കേർഷനും ബേസിക്സ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കുന്നതാണ്. ബിടെക്കിലൊക്കെ കയറുമ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അതായത് തേർഡ് സെമ്മിലൊക്കെ നമ്മൾ അരച്ച് കളിക്ക് പഠിക്കുന്നതാണ്. ഇപ്പോഴും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറേസും പോയിൻറ്റേഴ്സും റിക്കേർഷനിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഒരു ദിവസം കൊണ്ട് പഠിക്കാം. അടുത്ത ഡേറ്റ സ്ട്രക്ചറിലാണെങ്കിൽ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രസ് വാല്യുവേഷൻ, ട്രീ ട്രവേഴ്സൽസ്, BFS ആൻഡ് DFS. ഇതൊക്കെ നമുക്ക് 2 ദിവസം വേണ്ട, മാക്സിമം 1 ഡേ മതി ഇത്രയും പഠിക്കാനായിട്ട്. അപ്പം ഇനി ഒരു മാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻഫിക്സ് പോസ്റ്റ് ഫിക്സ് കൺവേർഷനും പോസ്റ്റ് ഫിക്സ് എക്സ്പ്രസ് വാല്യുവേഷനൊക്കെ നമ്മൾ SAK പഠിക്കുന്ന പോലെ പഠിക്കണ്ടല്ലോ, MCQ ആണല്ലോ എക്സാം. അപ്പോൾ അത്രയും വിഷയം നോക്കിയാൽ മതി. ട്രീ ട്രവേഴ്സൽ അതിൽ ടൈം കോംപ്ലക്സിറ്റി അറിയിരിക്കണം. പിന്നെ BFS DFS ഗ്രാഫ് സെർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതും നോക്കാം. പിന്നെ വരുന്ന അൽഗോരിതംസിൽ വരുന്നത് ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്, സോർട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്, ഗ്രാഫ് ട്രവേഴ്സൽസ് ഉണ്ട്, മിനിമം സ്പാനിങ് ട്രീസ് ഉണ്ട്. അതിൽ മിനിമം സ്പാനിങ് ട്രീയിൽ MSTയിൽ വരുന്നത് പ്രിംസ് ആൻഡ് ക്ലസ്റ്റേഴ്സ് അൽഗോരിതം. അതിന് പിന്നെ എല്ലാ സോർട്ടിംഗ് അൽഗോരിതംസിൻ്റെയും കോംപ്ലക്സിറ്റി അറിയായിരിക്കണം. നമ്മളൊരു ടേബിൾ വരച്ചിട്ട് നമ്മളതൊന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഗ്രാഫ് ട്രവേഴ്സൽസ് മസ്റ്റാണ്. ടൈം കോംപ്ലക്സിറ്റി ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് പഠിക്കാനും വേണം, പക്ഷേ 2 ഡേയ്സ് മതിയാവും. ഇപ്പോൾ ഒരു മാസം ഉണ്ടല്ലോ, അതിനകത്തൊരു 2 ഡേയ്സ് മതിയാവും. പിന്നെ വരുന്ന കമ്പൈലർ ഡിസൈനാണ്. അതിനകത്ത് ഫേസസ് ഓഫ് കമ്പൈലർ. ഇത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഇത്രയും സബ്ജക്ട്സ് ഇതിലെ ടോപ്പിക്സിനകത്ത് ഫേസ് ഓഫ് കമ്പൈലർ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ലെക്സിക് അനലൈസർ, സിൻടാക്സ് അനലൈസർ, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആൻഡ് കോഡ് ഒപ്റ്റിമൈസേഷൻ. അതിൽ കോഡ് ഒപ്റ്റിമൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലെക്സിക് അനലൈസർ ഓഫ് കോഴ്സ് ഈ 4 ടോപ്പിക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കോഡ് ഒപ്റ്റിമൈസേഷൻ എളുപ്പത്തിൽ അറിയാൻ പറ്റൂ. അപ്പോൾ ഈ 4 ടോപ്പിക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് കോഡ് ഒപ്റ്റിമൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊരു 2 ഡേയ്സ് മതിയാവും. 2 ഡേയ്സ് ഓരോരുത്തരുടെ. എനിക്ക് കമ്പൈലർ ഡിസൈൻ അധികം ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനകത്ത് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, സെമാഫോർസ്, ഡെഡ്ലോക്ക് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ്. അതിൽ തന്നെ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ ഷെഡ്യൂളിംഗ് അൽഗോരിതം മസ്റ്റാണ്. അതിനകത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. STF അങ്ങനെ എന്തായാലും ഉണ്ടാവും. മിക്കവാറും ചോദിക്കുക STF ഒക്കെ തന്നെയായിരിക്കും, ഷോർട്ടസ്റ്റ് ഓഫീസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ സെമാഫോർസ്, ഡെഡ്ലോക്ക്, മെമ്മറി മാനേജ്മെൻറ്റ് ഇച്ചിരി ടഫാണ്, പക്ഷേ നന്നായിട്ട് അറിയാമെങ്കിൽ എളുപ്പമായിരിക്കും. അടുത്ത് ഡേറ്റാബേസ് റിലേഷണൽ മോഡൽ, നോർമലൈസേഷൻ, SQL, B-tree ആൻഡ് B+tree, ട്രാൻസാക്ഷൻ ആൻഡ് കൺകറൻസി കൺട്രോൾ. ഇതിൽ തന്നെ റിലേഷണൽ മോഡൽ അത് വേണം. പിന്നെ നോർമലൈസേഷനും SQL ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോർമലൈസേഷൻ 1NF, BNF, 2NF, 3NF. അത് SQL ക്വരീസ് തന്നിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട്സ് ആയിരിക്കും മിക്കവാറും ചോദിക്കുക അതൊന്ന് ചെയ്യാനായിട്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് പഠിക്കാനും ഒരു 2 ഡേയ്സ് മാക്സിമം 3 ഡേയ്സ് മതിയാവും. ഡിജിറ്റൽ ഡിസൈനകത്ത് അതിനകത്ത് വരുന്നത് ഡിജിറ്റൽ ലോജിക്കിനകത്ത് നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്സ്, K-മാപ്പ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്. K-മാപ്പൊക്കെ ഓൾറെഡി അറിയായിരിക്കും, പക്ഷെ നമ്മൾ K-മാപ്സ് എന്തായാലും നന്നായിട്ട് പഠിക്കും. K-മാപ്പ്, നമ്പർ സിസ്റ്റം, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സിൽ അസിൻക്രണസ് ആൻഡ് റിപ്പിൾ കൗണ്ടറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ലോജിക് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നല്ലതായിട്ട് ഇത്രയും ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ ലോജിക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി, എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഒഴിവാകാത്ത എല്ലാം കൊടുത്തത്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതിനകത്ത് IP അഡ്രസ്സിങ് വരും. IP അഡ്രസ്സിങ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിലേസ്, IPv4 ഹെഡർ, RSA അൽഗോരിതം, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾസ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്കകത്ത് വരുന്ന ഏറ്റവും RSA അൽഗോരിതം. പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്കകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇറ്റ്സ് എ മസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ IP അഡ്രസ്സിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾസ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ISO ലെയർ അതിനകത്ത് വരും. എന്നാലും നെറ്റ്വർക്ക് സെക്യൂരിറ്റി IP അഡ്രസ്സിങ്ങുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ കണ്ടിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അതിനകത്ത് വരുന്നത് ക്യാഷ് മെമ്മറി, സെക്കൻഡറി മെമ്മറി, അഡ്രസ്സിംഗ് നോട്ട്സ് ആൻഡ് പൈപ്പ് ലൈനിങ്. ഓക്കെ.